ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ആൻറ്റിനയുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഇമ്പോർട്ടൻ്റ് MCQs ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കധികം സമയം കളയണ്ട, പഠിച്ചിട്ട് വരാം ആൻറ്റിനയെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് MCQs. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ആസ് ദ ബീം ഏരിയ ഓഫ് ആൻ ആൻറ്റിന ഡിക്രീസസ് ദ ഡയറക്റ്റിവിറ്റി ഓഫ് ദ ആൻറ്റിന. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് ഇൻക്രീസസ്, സെക്കൻഡ് ഓപ്ഷൻ പറയുന്നത് ഡിക്രീസസ്, തേർഡ് ഓപ്ഷൻ പറയുന്നത് റിമൈൻസ് അൺചേഞ്ച്, ആൻഡ് ഫോർത്ത് ഓപ്ഷൻ പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ആൻറ്റിന. അപ്പോൾ ആസ് ദ ബീം ഏരിയ ഓഫ് ആൻ ആൻറ്റിന ഡിക്രീസസ് ദ ഡയറക്റ്റിവിറ്റി ഓഫ് ആൻറ്റിന, ആൻസർ എന്ന് പറയുന്നത് ഇൻക്രീസസ് ആയിരിക്കും. ഓപ്ഷൻ എ ഇൻക്രീസസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് വരാം. അപ്പോൾ ബീം ഏരിയ ഓഫ് ആൻ ആൻറ്റിന ആൻഡ് ദ ഡയറക്റ്റിവിറ്റി ഓഫ് ദ ആൻറ്റിന ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ അവിടെ നമ്മൾ ഓർക്കേണ്ടത് ബീം ഏരിയ ഓഫ് ആൻ ആൻറ്റിന ആൻഡ് ദ ഡയറക്റ്റിവിറ്റി ഓഫ് ദ ആൻറ്റിന ആർ എപ്പോഴും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുപോലെ തന്നെ ആസ് ദ ബീം ഏരിയ ഈസ് റെഡ്യൂസ്ഡ് ദ ഡയറക്റ്റിവിറ്റി ഇൻക്രീസസ്. ബീം ഏരിയ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഡയറക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മീനിങ് smaller the radiating area of the transmitting antenna, more directed is the emitted energy. അപ്പോൾ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളർ ദ റേഡിയേറ്റിംഗ് ഏരിയ ഓഫ് ദ ട്രാൻസ്മിറ്റിംഗ് ആൻറ്റിന, മോർ ഡയറക്റ്റഡ് ഈസ് ദ എമിറ്റഡ് എനർജി. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പറയുന്നത്: ഇഫ് ആൻ ആൻറ്റിന റേഡിയേറ്റ്സ് ഓവർ ഹാഫ് എ സ്പിയർ, ഡയറക്റ്റിവിറ്റി ഓഫ് ദ ആൻറ്റിന ഈസ്. ഓപ്ഷൻ എ പറയുന്നത് 2, ഓപ്ഷൻ ബി പറയുന്നത് 4, ഓപ്ഷൻ സി പറയുന്നത് 3, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് 1. അപ്പോൾ ഇഫ് ദ ആൻറ്റിന റേഡിയേറ്റ്സ് ഓവർ ഹാഫ് എ സ്പിയർ, ഡയറക്റ്റിവിറ്റി ഓഫ് ദ ആൻറ്റിന ഈസ്, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് 2. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം നമുക്ക്. സിൻസ് ദ ആൻറ്റിന റേഡിയേറ്റ്സ് ഓവർ ഹാഫ് ദ സ്പിയർ, ബീം ഏരിയ ഓഫ് ആൻറ്റിന ഈസ് 2π. Directivity of the antenna is given by 4π divided by beam area. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ദ ആൻറ്റിന റേഡിയേറ്റ്സ് ഓവർ ഹാഫ് ദ സ്പിയർ, ബീം ഏരിയ ഓഫ് ദ ആൻറ്റിന ഈസ് 2π. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റിവിറ്റി ഓഫ് ദ ആൻറ്റിന ഈസ് ഗിവൺ ബൈ 4π ഡിവൈഡഡ് ബൈ ബീം ഏരിയ. Substituting for beam area, the directivity of the antenna is 2. Substituting for beam area, the directivity of the antenna is 2. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്: ദ ആൻറ്റിന ഇൻ വിച്ച് ലൊക്കേഷൻ ഓഫ് ദ ഫീഡ് ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോബ് ആർ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ദ ആൻറ്റിന ഇൻ വിച്ച് ലൊക്കേഷൻ ഓഫ് ദ ഫീഡ് ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോബ് ആർ. ഓപ്ഷൻ എ പറയുന്നത് വയർ ആൻറ്റിന, ഓപ്ഷൻ ബി പറയുന്നത് ലൂപ്പ് ആൻറ്റിന, ഓപ്ഷൻ സി പറയുന്നത് ഹെലിക്കൽ ആൻറ്റിന, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് ഹോൺ ആൻറ്റിന. അപ്പോൾ ദ ആൻറ്റിന ഇൻ വിച്ച് ലൊക്കേഷൻ ഓഫ് ദ ഫീഡ് ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോബ് ആർ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദാറ്റ് ഈസ് വയർ ആൻറ്റിന. അപ്പോൾ ഇനി വയർ ആൻറ്റിനയെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, ഇൻ എ വയർ ആൻറ്റിന ദ ലൊക്കേഷൻ ഓഫ് ദ ഫീഡ് ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോബ് ആൻഡ് ദ ഓറിയൻറ്റേഷൻ ഓഫ് ദ വയർ ഡിറ്റർമൈൻസ് ദ പോളറൈസേഷൻ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇൻ എ വയർ ആൻറ്റിന ദ ലൊക്കേഷൻ ഓഫ് ദ ഫീഡ് ഡിറ്റർമൈൻസ് ദ ഡയറക്ഷൻ ഓഫ് ദ ലോബ്, അതുപോലെ തന്നെ ഓറിയൻറ്റേഷൻ ഓഫ് ദ വയർ ഡിറ്റർമൈൻസ് ദ പോളറൈസേഷൻ. ദീസ് വയേഴ്സ് ക്യാൻ ബി തിക്ക് ഓർ തിൻ. അപ്പോൾ ഈ വയേഴ്സ് എന്ന് പറയുന്നത് തിക്കോ തിന്നോ ആവാം. ഇനി തിക്നെസ് ഓഫ് ദ വയർ ഡിറ്റർമൈൻസ് ദ റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ ആൻറ്റിന. അപ്പോൾ തിക്നെസ് ഓഫ് ദ വയർ ഡിറ്റർമൈൻസ് ദ റേഡിയേഷൻ റെസിസ്റ്റൻസ് ഓഫ് ദ ആൻറ്റിന. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്: പാച്ച് ആൻറ്റിനാസ് ആർ ദ ആൻറ്റിനാസ് ഓഫ് സ്മോൾ സൈസ് ആൻഡ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഓപ്ഷൻ എ പറയുന്നത് സ്ട്രിപ്പ് ലൈൻ, ഓപ്ഷൻ ബി പറയുന്നത് മൈക്രോ സ്ട്രിപ്പ് ലൈൻസ്, ഓപ്ഷൻ സി പറയുന്നത് കോആക്സിയൽ കേബിൾസ്, ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് റെക്റ്റാങ്കുലാർ വേവ് ഗൈഡ്. അപ്പോൾ patch antennas are the antennas of small size and are made up of
ഓപ്ഷൻ ബി മൈക്രോചിപ്പ് ലൈൻസ്. ആൻസർ എന്ന് പറയുന്നത് മൈക്രോചിപ്പ് ലൈൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ദ പാറ്റേൺ ഓഫ് ദ റിഫ്ലക്റ്റർ ഇൻ എ റിഫ്ലക്റ്റർ ആൻറ്റിന ഈസ് കോൾഡ്. ഓപ്ഷൻ എ പറയുന്നത് പ്രൈമറി പാറ്റേൺ, ഓപ്ഷൻ ബി പറയുന്നത് സെക്കൻഡറി പാറ്റേൺ, ഓപ്ഷൻ സി പറയുന്നത് റിഫ്ലക്റ്റർ പാറ്റേൺ ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ മെൻഷൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദ പാറ്റേൺ ഓഫ് ദ റിഫ്ലക്റ്റർ ഇൻ എ റിഫ്ലക്റ്റർ ആൻറ്റിന ഈസ് കോൾഡ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരിക്കും, ദാറ്റ് ഈസ് സെക്കൻഡറി പാറ്റേൺ. സെക്കൻഡറി പാറ്റേൺ. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് നോക്കാം. ഇൻ എ റിഫ്ലക്റ്റർ ആൻറ്റിന ദ ഫീഡ് പാറ്റേൺ ഈസ് കോൾഡ് പ്രൈമറി പാറ്റേൺ. അപ്പോൾ ഫീഡ് പാറ്റേണിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി പാറ്റേൺ. ആൻഡ് ദ പാറ്റേൺ ഓഫ് ദ റിഫ്ലക്റ്റർ ഈസ് കോൾഡ് സെക്കൻഡറി പാറ്റേൺ. അപ്പോൾ ഇൻ എ റിഫ്ലക്റ്റർ ആൻറ്റിന ഫീഡ് പാറ്റേണിനെ വിളിക്കുന്ന പേര് പ്രൈമറി പാറ്റേണും ആൻഡ് ദ പാറ്റേൺ ഓഫ് ദ റിഫ്ലക്റ്റർ ഈസ് കോൾഡ് സെക്കൻഡറി പാറ്റേൺ. അതുപോലെ തന്നെ ദീസ് ആൻറ്റിനാസ് ആർ വൈഡ്ലി എംപ്ലോയിഡ് ഇൻ റഡാർസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്. അപ്പോൾ അവിടെ ഓർക്കേണ്ടത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സിലാണിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ദീസ് ആൻറ്റിനാസ് ആർ വൈഡ്ലി എംപ്ലോയിഡ് ഇൻ റഡാർസ് ആൻഡ് അതർ ടൈപ്സ് ഓഫ് പോയിൻറ്റ് ടു പോയിൻറ്റ് കമ്മ്യൂണിക്കേഷൻ ലിങ്ക്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് an antenna source that radiates energy uniformly in all the direction is called. ഓപ്ഷൻ എ പറയുന്നത് ഐസോട്രോപിക് സോഴ്സ്, ഓപ്ഷൻ ബി പറയുന്നത് അനിസോട്രോപിക് സോഴ്സ്, ഓപ്ഷൻ സി പറയുന്നത് പോയിൻറ്റ് സോഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് നൺ ഓഫ് ദ മെൻഷൻ. അപ്പോൾ an antenna source that radiates energy uniformly in all the direction is called isotropic source. ഓപ്ഷൻ എ ഐസോട്രോപിക് സോഴ്സ്. ഓക്കെ, അടുത്തത് ഫോൾഡഡ് ഡൈപോൾ ആൻറ്റിന ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിന. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഫോൾഡഡ് ഡൈപോൾ ആൻറ്റിന ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിന. ഓപ്ഷൻ എ പറയുന്നത് റിഫ്ലക്റ്റർ, ഓപ്ഷൻ ബി പറയുന്നത് അപ്പർച്ചർ, ഓപ്ഷൻ സി പറയുന്നത് ലെൻസ് ആൻഡ് ഓപ്ഷൻ ഡി പറയുന്നത് വയർ. അപ്പോൾ ഫോൾഡഡ് ഡൈപോൾ ആൻറ്റിന ബിലോങ്സ് ടു വിച്ച് ടൈപ്പ് ഓഫ് ആൻറ്റിന? ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് വയർ. ആൻറ്റിനയുമായി ബന്ധപ്പെട്ട് വരാവുന്ന ഇമ്പോർട്ടൻ്റ് MCQs ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ പാർട്ട് 2 വരുന്നവരേക്കും ഗുഡ് ബൈ.